ഹലോ, നമസ്കാരം. അപ്പോൾ തൃശ്ശൂർ നമ്മുടെ ഒരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എവിടെ നിന്നാണ് നല്ലൊരു ബിരിയാണി കഴിക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ച് കുറേ തപ്പലൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഈ ചിക്കൻ റാവുത്തർ ദം ബിരിയാണി കിട്ടുന്ന ഒരു സ്പോട്ട് നമുക്കറിയാൻ കഴിഞ്ഞത് കേട്ടോ. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ അങ്ങോട്ട് വന്നു. നല്ല ഉച്ച സമയമായതുകൊണ്ട് ബിരിയാണി കഴിക്കാനുള്ള ആഗ്രഹം ഇങ്ങനെ മൂത്ത് നിൽക്കുന്ന സമയമായിരുന്നേ. അപ്പോൾ അവിടെ വേറെ പല ബിരിയാണി ഐറ്റംസ് ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ഓർഡർ ചെയ്ത് ഈ ചിക്കൻ റാവുത്തർ ദം ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇത് ആകെ ഒന്നോ രണ്ടോ തവണ ആകെ ഞാൻ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ വന്നൊന്ന് കഴിച്ചു നോക്കാമെന്ന് കരുതി വന്നതാണ് കേട്ടോ. ഇതിനകത്ത് ടോട്ടലി 2 ചിക്കൻ്റെ പീസാണ് ഉണ്ടായിരുന്നത്. ആ റൈസിൻ്റെ ഒക്കെ കളർ കണ്ടില്ലേ, ആ മസാലയ്ക്കകത്ത് കിടന്ന് സെറ്റായ റൈസാണ് കേട്ടോ. അത് നല്ല ഫ്ലേവറുള്ള റൈസാണ്. ആ റൈസ് മാത്രം എടുത്ത് കഴിച്ചു നോക്കിയപ്പോൾ തന്നെ നന്നായിട്ട് അതെനിക്ക് മനസ്സിലായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ചിക്കനിൽ നിന്ന് ഒരു പീസ് എടുത്ത് പൊട്ടിച്ചതാണ്. തൊട്ട ഉടനെ പൊട്ടി വരുന്ന ടൈപ്പ് ചിക്കൻ അതുപോലെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ആ ചിക്കനിൽ നിന്നൊരു പീസ് എടുത്ത് പൊട്ടിച്ച് അതും ആ സാലഡും പിന്നെ ആ പപ്പടത്തിൽ നിന്നൊരു പീസ് എടുത്ത് പൊട്ടിച്ച് അതും കൂടെ ആ റൈസിലേക്ക് അങ്ങ് ചേർത്ത് വെച്ച് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തു. ശരിക്കും പറഞ്ഞ ഒരു പുഴുങ്ങിയ മുട്ടയോടുണ്ടായിരുന്ന ആഹാ, അടിപൊളിയായിരുന്നു. അതിന് ശേഷം അങ്ങനെ എടുത്തൊന്ന് കഴിച്ചു നോക്കി. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റോ ഫ്ലേവറോ ഒന്നും അല്ല. കാരണം ഇതിൻ്റെ ഒത്തൻറ്റിക് ഈ റാവുത്തർ ബിരിയാണിയുടെ ഒത്തൻറ്റിക് ടേസ്റ്റോ കാര്യങ്ങളോ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഇതിനു മുമ്പ് കഴിച്ച 2 ബിരിയാണി പോലെ തന്നെ ഇതും എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് കഴിച്ച് വയറ് നിറഞ്ഞ ഉടനെ ഒരു പൈനാപ്പിൾ ലൈമും കൂടെ കുടിച്ച് നമ്മൾ ഈ ഫുഡിങ് ഇവിടെ നിർത്തി. അപ്പോൾ ടോട്ടലായത് 470 രൂപയാണ്. ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തൃശ്ശൂർ ചെമ്പുകാവുള്ള ഖായിസ് കിച്ചണാണ് കേട്ടോ.